തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് പിടിച്ചെടുക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്ന് പട്ടാമ്പി നഗരസഭയിലെ UDF ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഗുരുതരമായ പ്രതിസന്ധി സർക്കാർ അടിച്ചേൽപ്പിച്ച സാമ്പത്തിക വർഷമാണ് വിടവാങ്ങുന്നത്. ആവശ്യമായ സമയം അനുവദിക്കാതെയും സോഫ്റ്റ്വെയറിൽ കുരുക്കേർപ്പെടുത്തിയുമാണ് ബജറ്റിന്റെ അവസാന ഗഡു കഴിഞ്ഞ ദിവസം അനുവദിച്ചത്. മെയിന്റനൻസ് ഗ്രാന്റ് അനുവദിച്ചിട്ടുമില്ല. ഒക്ടോബർ മുതലുള്ള ട്രഷറി നിയന്ത്രണവും പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിച്ചു. അതോടെ തനത് ഫണ്ട് ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്ന ധനവകുപ്പ് സർക്കുലർ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിന് തന്നെ വെല്ലുവിളി ഉയർത്തുന്നതാണെന്നും ആയതിനാൽ മേൽ സർക്കുലർ പിൻവലിക്കണമെന്നും സർക്കാരിന്റെ അനാസ്ഥ മൂലം ചിലവഴിക്കാൻ സാധിക്കാതെ പോയ മുഴുവൻ തുകയും അടുത്ത വർഷം അധിക തുകയായി അനുവദിക്കണമെന്നും UDF പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. തദ്ദേശ സ്ഥാപന തലങ്ങളിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ കൂട്ടായ്മയുടെ ഭാഗമായി പട്ടാമ്പി നഗരസഭാ ഓഫീസിനു മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ KR നാരായണസ്വാമിയുടെ അധ്യക്ഷതയിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയും മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി ലീഡറുമായ CS സാജിദ് ഉദ്ഘാടനം ചെയ്തു. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. അതിലേക്കുള്ള അധികാരത്തിന്റെ സമ്പത്തിന്റെ വിനിയോഗത്തിലേക്കുള്ള പ്രാദേശികമായി ജനങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും വികസന പ്രവർത്തനങ്ങളെയും തടയിടുന്ന രീതിയാണ് കേരള ഗവൺമെന്റ് ഈ ട്രഷറിയിലേക്ക് പണം അടക്കാൻ പറഞ്ഞതോടുകൂടി വന്ന് സംജാതമായിട്ടുള്ളത്. നമുക്കറിയാം, മൈന്റനൻസ് ഗ്രാന്റ് തന്നിട്ടില്ല, ധനകാര്യ കമ്മീഷന്റെ ഗഡു തന്നിട്ടില്ല, ജനറൽ പർപ്പസ് ഗ്രാന്റ് തന്നിട്ടില്ല. ഈ തരത്തിൽ 23-ാം തീയതി പണം അലോട്ടാക്കുകയും 3 ദിവസം സെർവർ തകരാറ് കൃത്രിമമായി ഉണ്ടാക്കി പണം പിൻവലിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്ത് സത്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആരാച്ചാരായി ഗവൺമെന്റ് മാറിയിരിക്കുന്ന നിലയിലാണ്. നിവൃത്തികേട് കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഈ പ്രതിപക്ഷ മെമ്പർമാരായിട്ടുള്ള ഞങ്ങളൊക്കെ ഈ സമരരംഗത്ത്. കൌൺസിലർമാരായ C സംഗീത, CA റാണി, K ബഷീർ, സൈദലവി വടക്കേതിൽ, മുസ്തഫ പറമ്പിൽ, പ്രമീള ചോലയിൽ, അർഷ അശോകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. NCV ന്യൂസ് തൃത്താല. കണ്ടില്ലേ, കാഴ്ചകൾ പലത്, ആവശ്യങ്ങൾ പലത്. എന്നും നിങ്ങൾക്ക് താങ്ങായി റിലയന്റ് ക്രെഡിറ്റ്സ്. പണയം വെക്കുന്നത് സ്വർണമാണ്, അഭിമാനമല്ല.